പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ചയുടെ ആസൂത്രണം നടന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചെന്ന പോലീസ്. കൊലക്കേസ് പ്രതിയായ കണ്ണൂർ സ്വദേശി വിപിനാണ് കവർച്ച ആസൂത്രണം ചെയ്തത്. പിടിയിലായ കവർച്ചാ സംഘത്തിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് പരോളിലിറങ്ങിയ വിപിനെ ജയിലിന് മുന്നിൽ നിന്ന് തന്നെ പോലീസ് പിടികൂടുകയായിരുന്നു. പെരിന്തൽമണ്ണയിൽ ജുവലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിന്റെ ആസൂത്രണം മുഴുവനും നടന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. കവർച്ചയുടെ മുഖ്യ ആസൂത്രകനായ കണ്ണൂർ മൂര്യാട് സ്വദേശി പി വിപിൻ ആസൂത്രണം നടത്തിയതും കവർച്ചാ സംഘത്തെ ഏകോപിപ്പിച്ചതുമെല്ലാം കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കിടന്നു തന്നെ. 2007 RSS പ്രവർത്തകൻ കുമ്പളപ്രവൻ പ്രമോദിനെ കൊലപ്പെടുത്തിയ കേസിലാണ് വിപിൻ ജയിലിലേക്ക് എത്തുന്നത്. ഇവിടെ വെച്ച് ഷിഹാബുദ്ദിനെ പരിചയപ്പെട്ടു. ഇയാളിൽ നിന്നാണ് ജുവലറി അടച്ച ശേഷം സ്വർണവും ബാഗുകളിലാക്കി വീട്ടിലേക്ക് പോകുന്ന KM ജുവലറി ഉടമകളെക്കുറിച്ച് വിപിൻ അറിയുന്നത്. ഷിഹാബിൽ നിന്ന് സ്ഥലത്തെക്കുറിച്ചും ജുവലറി ഉടമയായ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കുറിച്ചും വിശദമായി തന്നെ പഠിച്ചു. പിന്നെ കവർച്ച നടത്താനുള്ള സംഘത്തെ രൂപീകരിക്കലായിരുന്നു. കണ്ണൂരും തൃശൂരും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘങ്ങളെ ഏർപ്പാടാക്കിയത് ഫോൺ വഴി. ഈ ഫോൺ വിളികളെല്ലാം ജയിലിൽ നിന്ന് തന്നെ നടത്തിയവയാണ്. സംഘത്തിലുള്ളവർ പരസ്പരം അറിയാതിരിക്കാനും ആസൂത്രണത്തിനിടെ വിപിൻ ശ്രദ്ധ പുലർത്തി. നവംബർ 23-നായിരുന്നു വിപിൻ പരോളിൽ ഇറങ്ങേണ്ടത്. ഇതിനു മുന്നേ കവർച്ച നടത്താനായിരുന്നു പദ്ധതി. 21-ാം തീയതി ആസൂത്രണം പോലെ തന്നെ കവർച്ച നടന്നു. പക്ഷേ കവർച്ചാ സംഘം പിടിയിലായതോടെ മലപ്പുറം SP-യുടെ പ്രത്യേക സ്ക്വാഡിന് വിപിൻ അരികിലേക്ക് എളുപ്പത്തിൽ എത്താനായി. പരോളിലിറങ്ങി ജയിലിൽ നിന്ന് പുറത്തു വന്നയുടൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ന്യൂസ് മലയാളം, കണ്ണൂർ.